2021 മോഡലാണ്. പെട്രോൾ മാനുവൽ 4x4 പെട്രോൾ മാനുവൽ. ഓക്കെ, ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലേക്കാണ് വണ്ടിയാണ്. ഇപ്പോൾ കണ്ട എല്ലാ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? 30,000 ഓടിയ വണ്ടിയാണ്. 23 മോഡൽ Z8L സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം ഇത് ഫൈനൽ? ഇതിന് 23 കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വെറും 6,000 കിലോമീറ്റർ ഓടിയ ടോപ്പ് ലൈൻ മാനുവൽ ടൈഗൺ ആണ്. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കിക്കോ. പുതിയ കാറിന്റെ പ്രൈസ് ഏകദേശം 19 ലക്ഷം രൂപയോളം വില വരുന്നത്. എംസ്പോർട്ട് ആണ്. KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന 4444 കിടിലൻ നമ്പറുമാണ് അല്ലേ വാഹനം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും TG7 എത്തിയിരിക്കുകയാണ്. വെറും 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ നമ്മുടെ TG7 റസിൻ ഭായ് നമ്മുടെ കൂടെ. സ്വാഗതം. എന്താ റസിൻ ഭായ് ഇത്രയും പെട്ടെന്നൊരു വിളി വരാൻ? സാറിന് മാസത്തിലെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാറ്. നമ്മളിപ്പോ ലാസ്റ്റ് ഒരു 2 ആഴ്ച മുന്നാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അതൊരു 10 വണ്ടി വെച്ചിട്ടാണ് നമ്മള് ലാസ്റ്റത്തെ വീഡിയോ ചെയ്തതില്. അതില് നമുക്ക് നല്ലോണം എൻക്വയറീസ് ജനറേറ്റ് ചെയ്തു. മെയിൻലി ഞാൻ ഇതിനോട് ഞാൻ പറഞ്ഞു പുറത്തുനിന്നുള്ള എൻക്വയറീസ് ആണ് കൂടുതൽ വന്നത്, ഗൾഫിൽ നിന്നും കാര്യങ്ങളിലും. പിന്നെ അതുമാതിരി നമ്മുടെ മലബാർ സൈഡിൽ നിന്ന്, കാലിക്കറ്റ് സൈഡിൽ നിന്നുള്ള എൻക്വയറീസ് ആണ്. അപ്പൊ ഈ 10 വണ്ടി ചെയ്തതിൽ നമുക്ക് 5 വണ്ടിയോളം നമുക്ക് സോൾഡ് ഔട്ട് ആയി നിലവില്. അപ്പൊ അതില് നമ്മൾ മിനി കൂപ്പർ ചെയ്തതിൽ ഒരു പ്രീമിയം വെഹിക്കിൾ നമുക്ക് അതില് സെയിൽ ചെയ്യാൻ പറ്റി. പിന്നെ XUV 700 നല്ല എൻക്വയറി ഉണ്ടായ ഒരു വണ്ടിയാണ് XUV 700. അത് ആദ്യമേ ഫസ്റ്റ് തന്നെ അഡ്വാൻസ് ആയ വണ്ടി. ഇന്ന് സ്കോർപിയോ, പിന്നെ XUV 700 പെട്രോൾ മാനുവലും ഉണ്ട്, സഫാരി ഉണ്ട്. അതെ, പിന്നെ സഫാരി കഴിഞ്ഞ ആഴ്ച കാണിച്ച ബ്ലൂ വണ്ടി നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കിയ സൈറസ് എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു, അതും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ഏകദേശം ഒരു 5 MG ഹെക്ടർ അതും. അതാണ് നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ TG7 ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര് ഇത് എവിടെയായിട്ടാ കറക്റ്റ് പറയാം നമുക്ക്? കൊടുങ്ങല്ലൂർ TKS പുരം, കൊടുങ്ങല്ലൂർ ടൗൺ തന്നെ. TKS ടൗൺ തന്നെയാണ്. അത് അമ്പലത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അല്ലേ? ഹൈവേ, പുതിയ ഹൈവേ. നമ്മള് വീഡിയോ കണ്ടതിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചതിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ കാലിക്കറ്റ് സൈഡും മലപ്പുറം സൈഡിൽ നിന്നാണ് കൂടുതലും നമുക്ക് കസ്റ്റമേഴ്സ് വന്നിരുന്നത്. ഇതിന്റെ പ്രേക്ഷകർ ആ ഭാഗത്തു നിന്നുള്ളവരാണ് കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മള് അവര് വന്ന് ഇവിടെ കാണാണ്ട് തന്നെ അഡ്വാൻസ് ചെയ്ത് വണ്ടി ബുക്ക് ചെയ്താണ്. XUV 700 കൊല്ലത്തുനിന്ന് ഒരു കസ്റ്റമറാണ്, സരൂൺ സാർ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറാണ് വന്ന് ബുക്ക് ചെയ്തത്. അതുമാതിരി MG ഹെക്ടർ കാലിക്കറ്റ് നിന്നാണ് വന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും വന്ന്. അപ്പൊ എല്ലാരും കാണാണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് വന്ന് ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ബോധ്യപ്പെട്ടിട്ട് തന്നെ വണ്ടി എടുത്താണ്. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. അപ്പൊ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നല്ല കിടിലൻ SUV നേരത്തേക്ക് ഉണ്ട്. ഇത് മാത്രമല്ല വേറെ ഉണ്ട് വണ്ടികളുണ്ട്. എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുറപ്പെടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുവരുത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോ എടുക്കാം. ആദ്യ വാഹനം ഓൾ ന്യൂ സ്കോർപിയോ KL 27 രജിസ്ട്രേഷൻ വരുന്ന സ്കോർപിയോ ആണ്. ഏതാ മോഡൽ ബ്രോ? ഇത് 2023 മോഡൽ 4x4 ഡീസൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ്. Z8L വേരിയന്റ് ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് Z8 ലക്ഷറി ആണ്. അഡാസ് വരുന്നില്ലേ? അതെ, അഡാസ് സ്പേഷ്യസ് എല്ലാം വരുന്ന വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഇറങ്ങുമ്പോൾ 29 ലക്ഷം 30 ലക്ഷം 30ന്റെ മേലെ വരും. 30ന്റെ മേലെ ഉണ്ടല്ലേ? ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. വാറണ്ടി ഇപ്പൊ എക്സ്റ്റൻഡ് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും? വാറണ്ടി നിലവിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല, നോർമൽ വാറണ്ടി ഉണ്ട്. നോർമൽ വാറണ്ടി കഴിഞ്ഞിട്ടില്ല. 8 മാസം അല്ലേ? 8 മാസം. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 2 കൊല്ലം കൂടെ ഒക്കെ സുഖമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. പുതിയതാ? ടയേഴ്സ് അല്ല, 40,000 കിലോമീറ്റേഴ്സ് ഓടിയ ടയേഴ്സ്. പക്ഷെ അത്യാവശ്യം ഉണ്ട്. 30,000 കിലോമീറ്റേഴ്സ്. 30,000 അല്ല, 30,000 ഓടിയ വണ്ടിയാണ്. 23 മോഡൽ Z8L സിംഗിൾ ഓണർഷിപ്പിലുള്ള. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം ഇത് ഫൈനൽ? ഇത് 22.5 ലക്ഷം രൂപയാണ്. 22,50,000 ആണ് നമ്മള്. പിന്നെ നെഗോഷിയേഷൻ ഉണ്ടാവും. ഒരു ഫൈനൽ ആക്കിയിട്ട് ഏകദേശം പറയുന്നു 22 വരെ നമുക്ക്. ഓക്കെ, 22 ലക്ഷത്തിന് ഫൈനൽ റേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്കോർപിയോ കൊണ്ടുപോകാം. 2023, ഇപ്പോഴും 2 മാസം കമ്പനി വാറണ്ടി ബാക്കിയുള്ള വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ഒരു 21 ലക്ഷം വരെയൊക്കെ ലോണും കയറുമോ? 20 lakhs 21 lakhs ഒക്കെ അതിൻ്റെ ഇടയിൽ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും മഹീന്ദ്ര തന്നെ XUV 700 ആണ്. അതായത് സ്കോർപിയോ ഇതും തമ്മിൽ 1 ലക്ഷം രൂപയുടെ മാറ്റം അങ്ങനെയുള്ളൂ അല്ലേ? ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 1 ലക്ഷം കൂടുതലാണ് ഇതിന്. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2022 AX5 പെട്രോൾ മാനുവൽ ആണ് വണ്ടി. X5 ആണ്. 7 സീറ്റർ ആണ്. X5 2 വേരിയന്റ് വരുന്നുണ്ട്. 7 സീറ്റർ ആണ്. കിലോമീറ്റർ 13,000
മാത്രം ഓടിയിട്ടുള്ളൂ, ചെറിയ കിലോമീറ്റർ ഓടില്ല. 13 ഓക്കെ. 13,000 മാത്രം ഓടിയേക്കുന്ന വാഹനമാണ്. പിന്നെ മിഡിൽ ഓപ്ഷൻ ആണിത്. ഇതിലേക്ക് പോകുമ്പോൾ അഡാസ് ഫീച്ചേഴ്സ്, സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ബാക്കി നമുക്ക് വേണ്ട ബേസിക് എല്ലാ കാര്യങ്ങൾ, സൺറൂഫ്, പാനോരമിക് സൺറൂഫ്, അലോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരിക. ഓക്കെ. പുറമേ നിന്ന് കണ്ടാൽ പെട്ടെന്നൊന്നും മനസ്സിലാവും. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ. ഇതും നിലവിൽ വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. 2022 അല്ലേ? എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? അതിനെ കുറിച്ച് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാത്ത ടയർ ഭാഗമൊക്കെ ഉണ്ട്. പിന്നെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും അവൈലബിൾ ആണ്. എത്രയാണ് നമ്മുടെ പ്രൈസിങ്? 15.5 ലക്ഷം രൂപ. ഏകദേശം നമ്മള് പറയണ പ്രൈസിൽ നിന്ന് നെഗോഷിയേഷൻ ഉണ്ടാവും. 15,50,000 രൂപയ്ക്ക് AX5 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 7 സീറ്റർ വാഹനം, 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ലോണും ഒരു 14 വരെയൊക്കെ മാക്സിമം ഒരു 1 lakh, 1.5 ഇത്ര വലിയ വണ്ടികളിലൊക്കെ ഇറക്കാൻ പറ്റും. ഇതാ വീണ്ടും ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് തന്നെ, KL 39 രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ സഫാരി. ഏതാ മോഡൽ ബ്രോ? 2021 ഡീസൽ മാനുവൽ ആണ്. ബേസ് വേരിയന്റ് ആണ്, XC എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതെ. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മള് അലോയ്സ്, അതുമാതിരി സീറ്റ്, ഇന്റീരിയറിൽ നോക്കണെങ്കിൽ പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അങ്ങനെയുള്ള സംഭവം, ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. പവർ വിൻഡോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടാവും. 60,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പുതിയ ടയറാ? ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് ആണ്, പുതിയ ടയേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നോക്കാനില്ല. അതെ. പ്രൈസ് നമുക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കാം. 10,75,000 രൂപ നമുക്ക് കൊടുക്കാം. 10,75 ഡീസൽ മാനുവൽ സഫാരി 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ഒരു സെൽട്ടോസിന്റെ ഒക്കെ പൈസക്ക് ഒരു 7 സീറ്റർ കൊണ്ടുപോകാം അല്ലേ? അത്യാവശ്യം അല്ല, ഡീസൽ ആയതുകൊണ്ട് ഒരു 10-12 മൈലേജും കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും നോക്കോ, സേഫ്റ്റിയും കിട്ടുന്നുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ്. ഇതിന് ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടി ഇനി ഇതാ 5 സീറ്റർ കോമ്പാക്ട് എസ്യുകളാണ് അല്ലേ വരുന്നത്. ജീപ്പ് കോമ്പസ് KL 82 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡല്, മോഡൽ എസ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വണ്ടിയാണ്. മോഡൽ എസ് O2 എന്ന് പറയും അതിന്റെ വേരിയന്റിന്. 2022 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 48,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഏകദേശം ഇത് ഓൺ റോഡ് പ്രൈസ് അന്ന് വരുമ്പോൾ 33 ലക്ഷം രൂപയോളം അന്ന് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടി. ഈ ഓപ്ഷൻ മോഡൽ എസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് സാധാരണ നമ്മൾ ലിമിറ്റഡ് പ്ലസ് ആണ് കൂടുതൽ കാണാറുള്ളത്. അതിന്റെ മേലെ വരുന്ന ഓപ്ഷൻ ആണ് ഇത്. ഫേസ് ലിഫ്റ്റ് വന്ന ഷേപ്പാണ് 2002. പിന്നെ ഇതും നല്ല ടയേഴ്സ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഫുൾ ലോഡഡ് വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ പ്രൈസ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 50% കുറച്ചിട്ടാണ് നമ്മൾ പ്രൈസ് പറയുന്നത്. 16,40,000 രൂപ. 16,40,000 ഒരു ജീപ്പ് കോമ്പസ് മോഡൽ എസ് എന്നുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ. 2022 മോഡൽ. ഇത് ബ്ലാക്ക് കളറൊക്കെ നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. തീർച്ചയായും പ്രോപ്പർ സർവീസ്. അതെ, ഫുൾ സർവീസ്. ജീപ്പ് സംഭവം ഇറങ്ങിയ സമയത്ത് നല്ല തരംഗമായിരുന്നു. ഇപ്പോഴും ജീപ്പിന് ആൾക്കാരുണ്ട് അല്ലേ? എടുക്കാന്ന് സെക്കൻഡ് ഹാൻഡ് എടുക്കാവുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഒരു ഡെപ്രിസിയേഷൻ നല്ലൊരു എമൗണ്ട് മാറി നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനൊരു പ്രൈസ് കുറയാനുള്ള ചാൻസ്, റീസെയിൽ ചെയ്യുന്ന സമയത്ത് കുറയാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്, വല്ലാണ്ട് കുറയാനുള്ള ചാൻസ്. ഫസ്റ്റ് ഓണറിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക വണ്ടി വെക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ മാക്സിമം ലോണെങ്കിലും കയറുമല്ലോ? ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൽ. ഓക്കെ. അടുത്ത വണ്ടിയിൽ ഒറിജിനൽ ജീപ്പ് കണ്ടു. പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് ജീപ്പ് എന്ന് പറയുമ്പോൾ മഹീന്ദ്രയുടെ പഴയ ജീപ്പും കാറുമാണ് അല്ലേ മനസ്സിൽ വരിക. കാറാണ് അടുത്തത്. KL 2 കൊല്ലം വണ്ടിയാണ്. ഏതാ മോഡൽ ഇത്? 2021 മോഡലാണ്. പെട്രോൾ മാനുവൽ, 4x4 പെട്രോൾ മാനുവൽ. ഓക്കെ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലേക്കാണ് വണ്ടിയാണ്. ഇപ്പൊ കണ്ട എല്ലാ സിംഗിൾ ഓണർഷിപ്പ് തന്നെ? അതെ അതെ, നമ്മളെല്ലാം. അപ്പോ കുറഞ്ഞ ഓട്ടത്തിൽ ഒരു താറ് തപ്പുന്നുണ്ടെങ്കിൽ ഡീസൽ 4x4 മാനുവൽ, പെട്രോൾ 4x4 മാനുവൽ, പെട്രോളാണ് പറഞ്ഞത്? പെട്രോൾ മാനുവൽ, സോറി ഡീസലിനായി പോയി, സോറി. പെട്രോൾ. പെട്രോൾ 4x4 മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല. അപ്പൊ ഇതിനെ വേറെ ഒന്നും നോക്കാനില്ല. ബോണറ്റിലെ അഡീഷണൽ സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങളാണ്. വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഗ്രില്ല് അല്ല, ഈ ഫോഗ് ലാമ്പ് പണിയാവോ? ഫോഗ് ലാമ്പ് അറിയില്ല, ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ ഇനി മാറി വരുമ്പോൾ എന്താവും അറിയില്ല. ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളി ഫോഗ് ലാമ്പ് ആണ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇപ്പോ ചോദിക്കുന്നത്? 12,25,000. 12.4 ലക്ഷത്തിന് 2021 മോഡൽ, വെറും 18,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ 4x4 താർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
പ്രൈസ് എന്തായാലും നെഗോഷ്യബിൾ അല്ലേ? ചെറിയ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. പിന്നെ മാക്സിമം ലോണും കയറും. ഇതിനൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഹിസ്റ്ററിയെല്ലാം നമ്മുടെ അടുത്ത് PDF ആയിട്ടുള്ളതാണ്. എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഹിസ്റ്ററി, നമ്മുടെ ഇൻഷുറൻസ് ഹിസ്റ്ററി, അതുമാതിരി സർവീസ് ഹിസ്റ്ററി, ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ അതുകൂടാണ്ട് നമ്മൾ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത്, പുറത്തുനിന്നുള്ള ആൾക്കാരും ദൂരത്തുനിന്നുള്ളവർ വിളിക്കുമ്പോൾ നമ്മൾ വീഡിയോ, വണ്ടിയുടെ ഓരോ വണ്ടികളുടെയും വീഡിയോ നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ദൂരം നിന്ന് വരുന്ന ഒരാൾക്ക് അഡ്വാൻസ് ചെയ്ത് വണ്ടി ബുക്ക് ചെയ്യാം. തിരിച്ചു വന്നതിന് ശേഷം വണ്ടി അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവർക്ക് തൃപ്തിയായതിനു ശേഷം മാത്രം നമുക്ക് ഡീല് മുന്നോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് റീഫണ്ട് കൊടുക്കാം. അപ്പൊ അതും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന് നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, എപ്പോഴാണെന്ന് വെച്ചാൽ വന്ന് നോക്കാം. വീണ്ടും നമ്മൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് എത്തി. മെർസിഡസ് ബെൻസ് GLA 200 അല്ലേ? 200D ആണ്. അത്യാവശ്യം മൈലേജിൽ നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു കോമ്പാക്ട് SUV. മെയിൻ്റെനൻസ് എല്ലാം കുറവുള്ള ഒരു വണ്ടിയാണ് ഇത്. ശരിക്കും കോമ്പാക്ട് SUV ആണോ ഹാച്ച്ബാക്ക് ആണോ? ഇതൊരു ക്രോസ് ഓവർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്ത് വിളിക്കാം. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 ആണ് വണ്ടി. ഫേസ് ലിഫ്റ്റ് വന്നേക്കണ വണ്ടി. 17 ഇതിന്റെ ന്യൂ ഷേപ്പ് മാറിയതാണ്. 2018 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. ഒറിജിനൽ കേരള വെഹിക്കിളാണ്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. നമ്മള് നോർമലി ഇത് അഡ്വർടൈസ് ചെയ്യുമ്പോൾ കോളുകൾ പുറത്തുനിന്ന് അറിയാലോ. ഇപ്പൊ ഡൽഹി വണ്ടികളൊക്കെ ഡൽഹി പ്രൈസ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഫുള്ളി കമ്പനി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 50,000 കിലോമീറ്റർ. 18 മോഡൽ 50,000. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഒരു ക്ലെയിം അല്ല? ക്ലെയിം കാര്യങ്ങളൊന്നും. അപ്പൊ നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. പിന്നെ ക്ലെയിമിന്റെ കാര്യം, സോറി, ഈ ഫ്രണ്ടറിൽ ഒരു ക്ലെയിം ഉണ്ട്, ചെറിയ ഫ്രണ്ടർ മാത്രം. പിന്നെ ഒരു ഹെഡ്ലൈറ്റും റീപ്ലേസ് ചെയ്തേക്കണം. ഫ്രണ്ടർ മഡ് ഗാർഡും ഹെഡ്ലൈറ്റും സ്ക്രാച്ച് വന്നിട്ട് റീപ്ലേസ് ചെയ്തേക്കണം. അല്ലാണ്ട് വേറെ ഉള്ളിലത്തെ പാർട്സോ കാര്യങ്ങളോ ഹിസ്റ്ററിയിൽ പ്രോപ്പറായിട്ട് ഹിസ്റ്ററിയിലുള്ളതാണ്. എന്തുകൊണ്ടാണ് മാറിയെന്നുള്ള അടക്കം ഹിസ്റ്ററിയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് എടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു 18 മൈലേജും കിട്ടൂലേ? ഉറപ്പായിട്ടും കിട്ടും. കൊണ്ടുനടക്കുകയാണെങ്കിൽ, ഡെയിലി കൊണ്ടുനടക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പ്രൈസിങ്? എങ്ങനെയാ ഇത്? നമ്മൾ 21,75,000. 21.25 ലക്ഷം. 2018 മോഡൽ, 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഇതിനൊക്കെ മാക്സിമം ലോൺ കിട്ടും. അതെ, ഇതിന് നമുക്ക് എന്തായാലും ഒരു 18-19 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ വലിയ വണ്ടികളൊക്കെ മാറി മിഡ് സൈസ് സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കോമ്പാക്ട് SUV കിയ സോണറ്റ് ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. അതെ, ടോപ്പ് എൻഡ് GTX ലൈൻ, GT ലൈൻ എന്നാണ് പറയാം. അത് ഡീസൽ ഓട്ടോമാറ്റിക്. 2023 മോഡലാണ്. 23 മാസം വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞു. വാറണ്ടി ജസ്റ്റ് ഈ ലാസ്റ്റ് മന്ത് ജൂണിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അതെ, അപ്പോൾ വാറണ്ടി കഴിഞ്ഞു. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല, കട്ടായ പിന്നെ പറ്റില്ല. എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾക്ക് ഡെയിലി യാത്രയുള്ളവർക്ക് പറ്റിയൊരു വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും വണ്ടിയിൽ. ഫീച്ചേഴ്സ്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ വരും. സൺറൂഫ്, 360 ക്യാമറ ഇല്ല? 360 ഇല്ല. വരില്ല. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫുൾ 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ ഓടിയ 2023 വാഹനമാണ്. GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റ്. ഓക്കെ, അപ്പോൾ പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ട് ഇപ്പൊ? 18. അതായത് ഇന്ന് ഇറങ്ങുമ്പോഴും അന്ന് ഈ വണ്ടി ഇറങ്ങുമ്പോഴും ഒക്കെ ആവല തന്നെ ഉണ്ട്. അതിൻ്റെ ഇടക്ക് കുറഞ്ഞ് പിന്നെയും കൂടി മാറി വന്നിരിക്കുകയാണ് ഇപ്പോഴത്തേക്ക്. ഓക്കെ, നമ്മുടെ പ്രൈസ് എത്ര ഇപ്പോൾ? 11,80,000 രൂപ കൂടും. 11,80,000 2023 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. ഡെയിലി ഒരു 50, 60, 70 കിലോമീറ്റർ ഒക്കെ മിനിമം യാത്രയുള്ള ആളുകളാണ്. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. ക്ലച്ച് ഔട്ടി. അതെ, തീർച്ചയായും. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ലോൺ ഒരു 11 ലക്ഷം വരെ കിട്ടും. അപ്പൊ ചെറിയൊരു എമൗണ്ടിൽ ഇറക്കാൻ പറ്റും. സോണറ്റ് എന്ന് പറയുക സെൽട്ടോസ് വന്നു. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ, തിരുവനന്തപുരം എന്നിട്ട്. ഓക്കെ, അപ്പോ ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡലാണ്. HTX പെട്രോൾ, HTX പ്ലസ് സൺറൂഫ് ഒക്കെ വരുന്ന, പുഷ് ബട്ടറും അലോയ്സും ഒക്കെ വരും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന നേരത്തെ GT ലൈൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് ഇത്. ഇതും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, വലിയ ഓട്ടോ പോയിട്ടില്ല. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ. ഇത് നമ്മൾ പല ഷോറൂമിൽ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ പേഴ്സണലി എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന്? പെട്രോൾ ഓട്ടോമാറ്റിക് 13, 14 ആ റേഞ്ച് കിട്ടും ലോങ്ങിൽ. ഓക്കെ, 16 വരെയൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ പേഴ്സണലി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. എത്ര ആവറേജ് പെട്രോൾ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്നുണ്ട്? ഒരു ലോങ് ചില ഡ്രൈവേഴ്സിന് കുറവും കിട്ടാറുണ്ട്, ചില അതല്ല ഞാൻ മാന്യമായിട്ട് ഓടിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ്. ഓരോരുത്തർ ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു എക്കണോമിയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്ത് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ? പ്രൈസ് 13,75,000 രൂപ. 13.25 ലക്ഷത്തിന് HTX പ്ലസ് ഈ ഒരു സെൽറ്റോസ് 23 മോഡൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? അതെ. ഓക്കെ. എല്ലാ കമ്പനി വാറണ്ടി വാറണ്ടി അല്ല, സോറി, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മുടെ പ്രത്യേകിച്ച് ഓരോ വണ്ടികൾക്കും ഞാൻ പറയാത്തതാണ്. കാരണം നമ്മുടെ ഏത് വണ്ടി ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല് വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത ആൾക്കാർ കാണും. അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേ എവിടെയെങ്കിലും സ്കിപ്പായി കിട്ടും. എല്ലാ വണ്ടികളും നമ്മുടെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിക്കോളൂ. ഏത് വണ്ടിയായാലും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വണ്ടിക്കും സർവീസ് ഹിസ്റ്ററി നമ്മുടെ അടുത്തുണ്ടാവും. അതിൽ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ ഉണ്ടാവും. അത് നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞു തരണം എല്ലാം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ 13,75,000. ഒരു 12.5-13 ലോൺ കിട്ടും. 12 ലക്ഷം രൂപ വരെ ലോണൊക്കെ നമുക്ക് ചെയ്യാം. ഫോക്സ് വാഗൺ ടൈഗൺ അടുത്ത വാഹനം KL47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ. ഒരു കാലത്ത് ജർമ്മൻ കാറുകളുടെ ഡ്രൈവിംഗ് സുഖം ആസ്വദിക്കാൻ സാധാരണക്കാർക്ക് പറ്റൂലായിരുന്നു. അതിന്റെ അടക്കം പിന്നെ പോളോ ഇറക്കി. അത് കിട്ടിയപ്പോ ഒരുമാതിരി ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാർ തീർച്ചയായും. അതേപോലെ ഇപ്പൊ ഇറങ്ങുന്ന ടൈഗൂണ്, ഉഷാക്ക് അങ്ങനത്തെ ഒക്കെ ഒരു അഫോർഡബിൾ കാറാണ് അല്ലേ? ജർമ്മനിലാണെങ്കിലും അഫോർഡബിൾ ആണ്. മെയിൻ്റനൻസും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ അല്ലേ? ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ ടോപ്പ് ലൈൻ വേരിയന്റ് 1 ലിറ്റർ ടെർബോയില് വരുന്ന പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വാറണ്ടി കഴിഞ്ഞതിന്റെ വാറണ്ടി ഉണ്ട്. നിലവിൽ അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ലോക്കൽ രജിസ്ട്രേഷൻ ആണ് KL47 കൊടുങ്ങല്ലൂർ. ഇവിടുത്തെ കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ അറിയുന്ന ആളുടെ അടുത്ത് അതെ എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് ടോപ്പ് ലൈൻ എന്ന് വെച്ചാൽ 1 ലിറ്ററിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജറും സൺറൂഫും ഒക്കെ വരും. GT-ലോട്ട് പോകുമ്പോൾ പോലും ഈ ഫീച്ചേഴ്സ് ഇല്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കിയ സൈറസ് എന്ന് പറഞ്ഞൊരു വണ്ടി കാണിച്ചിരുന്നു. ആ വണ്ടിയായിട്ട് എക്സ്ചേഞ്ചിൽ വന്ന ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി അതെടുത്തുകൊണ്ട് അല്ലേ സൈറസ്? ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു പെർഫോമൻസ് കാറ്റഗറിയാണിത്. 1 ലിറ്റർ ടർബോ ആണ്. നല്ലോണം അടിച്ച് കയറുകയും ചെയ്യും അല്ലേ? നോക്കി ഓടിച്ച മൈലേജ്. വീണ്ടും ഞാൻ പറയണ കിലോമീറ്റർ ആണ് അട്രാക്ഷൻ. 6000 കിലോമീറ്റർ ഫ്രഷ് വണ്ടി ഇറക്കുന്ന അതേ ഫീൽഡിൽ തന്നെ കൊണ്ടുനടക്കാം അല്ലേ? ഒരു ക്ലെയിം ഇല്ലല്ലോ വണ്ടിക്ക്? ക്ലെയിം ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് ആയിരുന്നു പറഞ്ഞത്? അല്ല, മാനുവൽ, പെട്രോൾ മാനുവൽ ടോപ്പ് ലൈൻ. അപ്പൊ മൈലേജ് ഒരു 12-15 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? 12 നമുക്ക് പറയാം, എന്നാലും പറയാം. നമ്മുടെ പ്രൈസിങ് എങ്ങനെ? ഇത് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 12 lakhs ആണ്. ഓക്കെ. 12 ലക്ഷം അല്ലേ? ഓക്കെ. 12 ലക്ഷത്തിന് 23 കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വെറും 6000 കിലോമീറ്റർ ഓടിയ ടോപ്പ് ലൈൻ മാനുവൽ ടൈഗൺ ആണ്. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. പുതിയ കാറിന്റെ പ്രൈസ് ഏകദേശം 19 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 6000 കിലോമീറ്റർ അങ്ങനെ ലോ കിലോമീറ്റർ തപ്പുന്നവരുണ്ടെങ്കിൽ വേഗം എടുത്തു. നമ്മളിന്നത്തെ അവസാനത്തെ വാഹനം എന്താ ഇവിടുത്തെ ഏറ്റവും കൂടിയായിട്ടാണ് ലക്ഷറിന്റെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. 7 സീരീസ് ആണ്. 730 DR 730 ഡീസൽ LD. അതെ, M Sport ആണ്. M Sport ആണ്. KL21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന 4444 കിടിലൻ നമ്പറുമാണ് അല്ലേ വാഹനം? ഫാൻസി നമ്പറാണ്. ഓക്കെ, ഫാൻസി നമ്പറുമാണ്. അപ്പോൾ ഇതേതാ മോഡല്? 18 മോഡൽ, 2018 മോഡൽ, 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സോറി, സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ, 2018 മോഡല്, 7 സീരീസ് ആണ്. BMW ഒറിജിനൽ കേരള, അതായത് റീവണ്ടി ഒന്നുമല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ ഇത് നമ്മൾ മുന്നൊരിക്കൽ കാണിച്ചതാണ് അല്ലേ? മുന്നൊരിക്കൽ കാണിച്ചാണ്. അന്ന് പ്രൈസ് നമ്മള് കുറച്ച് ഇതിലാണ്, ഒരു പാർക്ക് ആൻഡ് സെയിൽ വെഹിക്കിൾ ആണ് ഇത് നമ്മുടെ. അപ്പൊ അത് പ്രൈസ് നമ്മൾക്ക് കസ്റ്റമർ ഒന്നും കൂടി ഇതാക്കി ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രൈസ് ഒരു 50 lakhs. അതെ, നമുക്ക് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 5 ലക്ഷം കൂടുതൽ 55 lakhs റേഞ്ചിൽ വരുന്ന കസ്റ്റമറിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ വണ്ടിയുടെ ഓണറിന്റെ. അപ്പൊ ആളൊരു 50 lakhsന്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെയും നമുക്ക് എന്തെങ്കിലും കൂടെ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത് 2018 50,000 കിലോമീറ്റർ ഓടിയ BMW 730 LD. ഓക്കെ. അപ്പോൾ ഇതിൽ ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഇതിനും എന്തായാലും ഒരു 5 ലക്ഷം ഡൗൺ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാം. 5 ലക്ഷം കണ്ടാൽ മതി. അപ്പോൾ ഒരു 45 ലക്ഷം കണ്ടാൽ ഇറക്കാം. സോറി, 45 ലക്ഷം അല്ല, 5 ലക്ഷം കണ്ടാൽ 45 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഓക്കെ. നല്ല കസ്റ്റമർ ആണെങ്കിൽ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. 50 ലക്ഷമാണ് ഈ ഒരു വണ്ടിക്ക് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പോൾ അത് ഫൈനലാണോ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ വരാൻ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും കൂടെ ഒക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ജെന്യൂൻ ആയിട്ടൊരു ഡീൽ വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. വല്ലാണ്ട് ഒരു ഇതെല്ലാം പറഞ്ഞത്, എന്നാലും അതിനോട് അടുപ്പിച്ചുള്ള എന്തായാലും
ആ ഒരു വണ്ടിക്ക് പറ്റിയ നമ്പറുമാണ് അല്ലേ? അടിപൊളി ഫാൻസി നമ്പറുമാണ്. വണ്ടി നല്ല ക്ലീൻ ആണ്, ക്ലീൻ വണ്ടി അല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. പിന്നെ ഫുൾ ഹിസ്റ്ററി, സർവീസ് ഹിസ്റ്ററി അതൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. വണ്ടിക്ക് പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോയാൽ റേഞ്ച് മാറി. അന്ന് തന്നെ ഇതിൽ എത്ര ഉണ്ടാവും ഏകദേശം? എന്തായാലും അന്ന് ഒരു 1 CR മേലെ വരും. ഇപ്പൊ ഏകദേശം 2 കോടിയുടെ അത് മാറി ഇപ്പോഴത്തെ റേഞ്ച്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുന്നു. ടോപ്പ് ഗിയർ 7 TG7 ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് എല്ലാം രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. അത്രയും നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ആരും ടോപ്പ് ഗിയറിന്റെയും അല്ല ജിതിന്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ ജിതിന്റെ ഒരു ട്രസ്റ്റ് മേലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അത് അല്ല എന്നെ ട്രസ്റ്റ് വെച്ച് ഇവരാണ്. അതുകൊണ്ട് ജിതിന്റെ ഇതുമാതിരി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ജിതിന്റെ അടുത്ത് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിതിന്റെ പ്രഷറോട് ജിതിന് പറയാം. അത്രേ ഉള്ളൂ. ഞാൻ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണ്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.